ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് അജി. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈ പ്രഷർ വാഷറിൻ്റെ ഫുൾ സർവീസിംഗ് ഉള്ള ഒരു വീഡിയോ ആണ്. അത് നമ്മൾ പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലുള്ള സർവീസിങ് നമ്മൾ ചെയ്യുവാണ്. അപ്പോൾ ഞാനിത് ഉപയോഗിക്കാതെ കുറേ നാളായിട്ട് മാറ്റി വെച്ചിരുന്നതാണ്. പമ്പ് സൈഡൊക്കെ കംപ്ലൈൻ്റ് ആയിട്ടുള്ളൊരു മോട്ടറാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ സർവീസ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് ആദ്യം നമ്മൾ പുറമേ ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ അതിൻ്റെ ഓരോ ഭാഗങ്ങളും പ്രത്യേകമായിട്ട് ഇളക്കി സർവീസ് ചെയ്യുകയാണ്. ഇതൊരു ഇൻഡക്ഷൻ മോട്ടറാണ്. അപ്പോൾ ഇൻഡക്ഷൻ മോട്ടറിനെ കുറിച്ച് വിശദമായിട്ട് നേരത്തെ വീഡിയോ ഇട്ടിട്ടുള്ളതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പൊതുവേ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം. അപ്പോൾ ആദ്യമേ ഈ സപ്ലൈ വന്നിട്ട് സ്വിച്ചിൽ കയറുന്നു. സ്വിച്ചിൽ നിന്ന് നേരെ മോട്ടറിലേക്ക് ഒരു ലൈൻ വരുന്നുണ്ട്. അതിൻ്റെ അടുത്ത വയർ കട്ട് ഓഫ് സ്വിച്ചിലേക്കാണ് വരുന്നത്. പ്രഷർ കൂടുമ്പോൾ കട്ട് ഓഫ് ആവുന്ന സ്വിച്ചിലേക്കാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു കപ്പാസിറ്ററുണ്ട്. അപ്പോൾ ഇൻഡക്ഷൻ മോട്ടറിന് കപ്പാസിറ്ററിൻ്റെ ആവശ്യകത എന്താണെന്നുള്ളത് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ആദ്യം വരുന്നത് ഇത്രയും ഭാഗം വരുന്നത് പ്രഷർ പമ്പിൻ്റെ മോട്ടോർ സൈഡാണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് കംപ്രസിങ് സെക്ഷനാണ്. കംപ്രസ് ചെയ്യുന്ന സെക്ഷൻ. അത് കഴിഞ്ഞിട്ട് വരുന്നത് പമ്പ് സൈഡാണ്. ഓക്കെ, ഇത് മൂന്നും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് കൂടുതൽ സമയം വർക്ക് ചെയ്യുന്നതിന് ഈ ഇൻഡക്ഷൻ മോട്ടറാണ് നമുക്ക് നല്ലത്. മറ്റേ നേരത്തെ ഉള്ള യൂണിവേഴ്സൽ ടൈപ്പ് മോട്ടറൊക്കെ ഉണ്ട്, പക്ഷെ അത് നമുക്ക് അത്ര സേഫ് അല്ല. അപ്പം ഇത് കൂടുതൽ സമയം വർക്ക് ചെയ്യുന്നതിന് നല്ലതാണ്. അതുപോലെ തന്നെ മോട്ടർ നമ്മൾ ഗണ്ണ് ഓഫ് ചെയ്യുന്ന സമയത്ത് ഈ പമ്പിൽ പ്രഷർ കൂടുമ്പം ഈ സ്വിച്ച് വഴി കട്ട് ഓഫ് ചെയ്യുന്നു സപ്ലൈ. ഈ സ്വിച്ചിൽ വന്നിട്ട് മോട്ടറിലേക്കുള്ള കണക്ഷനെ അവിടെ കട്ട് ഓഫ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ മോട്ടോർ സൈഡിൽ വരുന്ന കംപ്ലൈൻറ്റുകൾ നമ്മൾ നോക്കും. ഫസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഫ് ഇല്ല എന്നുണ്ടെങ്കിൽ കൂളിംഗ് നഷ്ടപ്പെടും, മോട്ടർ ഹീറ്റാവും. ഹീറ്റായി കഴിയുമ്പോൾ വൈൻഡിങ് പഴുത്തു പോകും. പിന്നെ രണ്ട് സൈഡിൽ രണ്ട് ബെയറിംഗ് ഉണ്ട്. ഈ ബെയറിംഗ് സ്ട്രക്കായി കഴിയുമ്പോഴും മോട്ടർ കത്തിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ കപ്പാസിറ്റർ ഡാമേജ് ആയി കഴിഞ്ഞാൽ, വീക്കായി കഴിഞ്ഞാലും അതും കംപ്ലൈൻ്റ് ആവും. അടുത്തതെന്ന് പറയുന്നത് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞ ഒരു റൊട്ടേഷനാണ് വരുന്നത്. ഈ റൊട്ടേഷന് വരുന്ന ബ്രേക്ക് ഡൗൺ, അതും കത്തിപ്പോകാനുള്ളൊരു സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത്രയാണ് ഇതിന് വരുന്ന കംപ്ലൈൻറ്റ്. അപ്പം മറ്റൊരു മോട്ടർ ഞാൻ മോട്ടറിൻ്റെ സൈഡ് ഇളക്കി കാണിക്കാം. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഈ റോട്ടറാണ്. നമുക്ക് ആവശ്യം ആ റോട്ടറിൻ്റെ കറക്കമാണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. അപ്പം ഞാൻ ഈ മോട്ടർ ഇളക്കിയിട്ട് ഇതാണ് ഇതിൻ്റെ റോട്ടർ ഭാഗം. അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട്. അപ്പോൾ ഇതിനകത്ത് രണ്ട് ബെയറിങ് വരുന്നുണ്ട്. അപ്പം ഇവിടെ ഒരു ബെയറിങ് വരുന്നുണ്ട്, ഇതിൻ്റെ മറ്റേ അറ്റത്ത് ഒരു ബെയറിങ് വരുന്നുണ്ട്. ഓക്കെ, അതിന് വിശദമായിട്ടൊരു വീഡിയോ കാണിക്കാം. അപ്പോഴിതിൻ്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഓക്കെ.